ഇന്ന് നമ്മളിത് ഈ ചാനലിലെ ആദ്യത്തെ ക്ലാസ്സാണ്. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ എങ്ങനെയെങ്കിലും പാസ്സാവുക എന്ന ഉദ്ദേശം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിമിനറി എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമായിരിക്കും ഇതിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊരു വലിയ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ വലിയ സാറന്മാരെടുക്കുന്ന ക്ലാസ് പോലെ ഒന്നുമല്ല. ഞാൻ എങ്ങനെയായിരിക്കുമോ പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇതിനകത്തെ ഓരോ വീഡിയോയും ഞാൻ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിലബസിൽ ഊന്നിയത് മാത്രമാണ്. ഒരിക്കലും സിലബസ് വലിയ കുറേ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഇതിനകത്ത് കാണത്തില്ല. ഏതാണോ നമുക്ക് ആവശ്യമുള്ളത്, നമുക്കൊരു എക്സാമിനേഷൻ പാസ്സാകണം, നമുക്കൊരു ജോലി കിട്ടണം, നമുക്കതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതും. ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാകാം എന്ന് വെച്ചാൽ, സ്ഥിരമായിട്ട് PSC എക്സാമിനേഷനുകൾ എഴുതുന്നവർക്ക് അത് എളുപ്പമായ ഉദ്ദേശമാണ്. ഇംഗ്ലീഷും മാത്സും മലയാളം വിഷയങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യാൻ കഴിയുന്നോ അതനുസരിച്ച് നമുക്ക് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ പാസ്സാകാൻ കഴിയുന്നു. എന്നാലും എല്ലാവരും കഷ്ടപ്പെടണമെങ്കിൽ പോലും ഏകദേശം 25,000 മുതൽ 35,000 വരെ ആൾക്കാരുകൾ മാത്രമാണ് 10 ലക്ഷത്തോളം ആൾക്കാർ അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനുകളൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളതും. ദൈവത്തിൻ്റെ കൃപയായിട്ട് ഇതുവരെയായിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനുകളിലെയും മെയിനായിട്ടുള്ള നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഈ യൂട്യൂബ് ചാനലിലെ ക്ലാസ് ഉദ്ദേശിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. നമുക്ക് അത് നേടിയെടുക്കും. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി വസുധാര അക്കാഡമിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാകുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകുക. അഭിപ്രായങ്ങളിൽ കൂടെ നമുക്ക് പഠിക്കാം. അഭിപ്രായങ്ങളിലൂടെ ഈ ചാനൽ വളരട്ടെ. അതല്ല, മെയിനായിട്ട് ഇതിനകത്തുനിന്ന് പഠിച്ച് മെയിനായിട്ടൊരു ജോലി മേടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. പിന്നെ ഞാൻ പഠിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റിവിഷൻ ചാനലായിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വീഡിയോ ആയിട്ടിരുന്നു. ആ വീഡിയോ നമുക്ക് പിന്നീട് ഒരു സമയങ്ങളിൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കും. കൂടാതെ മൊബൈൽ ബ്രോഡ്ബാൻഡ് കമ്പനികൾ നമ്മളെ കൊണ്ട് എങ്ങനെയാണെങ്കിലും മാസം ഇത്ര രൂപയ്ക്ക് ഫോൺ ചാർജ് ചെയ്യിപ്പിക്കും. സോ അപ്പോൾ അതിനകത്തുള്ള നെറ്റ് അനാവശ്യ കാര്യങ്ങൾക്ക് പോകാതെ എന്തെങ്കിലും ആവശ്യമുള്ള ഒരു ഉപകാരപ്പെട്ട കാര്യമാകട്ടെ എന്ന് വിശ്വസിച്ച് അങ്ങനെ തുടങ്ങിയ ചാനലാണ്. സിലബസ് കവർ ചെയ്യുക, സിലബസ് നമ്മൾ പഠിക്കുക. എന്തായാലും നിങ്ങളിത് ഈ വീഡിയോ മുഴുവൻ, അതായത് ഈ ചാനലിൽ ഇടുന്ന വീഡിയോകളെല്ലാം കാണുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും പരീക്ഷ നന്നായിട്ട് നിങ്ങൾ എഴുതും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്.